നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തെ നിയന്ത്രിക്കാൻ ഒരു ഭാഗത്ത് ശ്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ മറുഭാഗത്ത് പ്രവാസികളെ തിരികെ എത്തിക്കാൻ ആവുന്ന വിധം ഇളവുകൾ നൽകുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. എന്നാൽ ഓരോ വിലക്കുകളും മറികടന്ന് പ്രവാസികൾ എത്തിച്ചേരാൻ നൽകേണ്ടി വരുന്നതാകട്ടെ ലക്ഷങ്ങൾ. ഇപ്പോഴിതാ കുവൈറ്റിലെത്താൻ UAE പകരം പുതിയ ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ തേടി പ്രവാസികൾ. ഇന്ത്യ ഉൾപ്പെടെ 34 രാജ്യങ്ങൾക്ക് നേരിട്ട് കുവൈറ്റിലേക്ക് വരാൻ സാധിക്കില്ല. വിലക്കില്ലാത്ത രാജ്യങ്ങളിൽ 2 ആഴ്ച താമസിച്ച് കോവിഡ് ഇല്ലെങ്കിൽ കുവൈറ്റിൽ വരാം. ദുബായ് ആയിരുന്നു ഇന്ത്യക്കാർ ഉൾപ്പെടെ പ്രധാനമായും ഇതിന് ആശ്രയിച്ചത്. വിസ നടപടിക്രമങ്ങളിലെ എളുപ്പവും താരതമ്യേന കുറഞ്ഞ അക്കോമഡേഷൻ ചെലവുമാണ് ഇതിന്റെ പ്രധാന കാരണം. എന്നാൽ കൂടുതൽ പേർ ഈ വഴി തിരഞ്ഞെടുത്തതോടെ വിമാന ടിക്കറ്റ് നിരക്ക് 14 ഇരട്ടി വരെ വർദ്ധിച്ചിരിക്കുന്നു. ഇത് എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചു. ദുബായിലെത്തിയ നിരവധി പേർക്ക് കുവൈറ്റിലേക്കുള്ള കൂടിയ നിരക്ക് താങ്ങാനാവാതെ തിരിച്ചു പോവേണ്ടി വന്നു. ഈ സാഹചര്യത്തിലാണ് ഇനി വരാനുള്ള പലരും പുതിയ ട്രാൻസിറ്റ് കേന്ദ്രം തേടുന്നത്. തുർക്കിയാണ് ഇന്ത്യക്കാർ കൂടുതൽ പേർ തിരഞ്ഞെടുക്കുന്നത്. ഈജിപ്തിൽ നിന്നുള്ളവർ ഇത്യോപ്യയെ ഇടത്താവളമാക്കുന്നു. ചില ഇന്ത്യക്കാരും ഇത്യോപ്യയെ ഇടത്താവളമാക്കുന്നു. കഴിഞ്ഞ ദിവസം മുതൽ ദുബായ് പ്രവേശന നടപടികൾ കർശനമാക്കിയിരിക്കുന്നു. ദുബായ് കുവൈറ്റ് സെക്ടറിൽ നവംബർ അവസാനം വരെ ടിക്കറ്റ് കിട്ടാനില്ലെന്നാണ് റിപ്പോർട്ടുകൾ. കോവിഡ് കാലത്തിന് മുൻപ് 500 ദിർഹമിന് ഏകദേശം 40 കുവൈറ്റി ദിനാർ കിട്ടിയിരുന്ന ടിക്കറ്റിനാണ് 700 ദിനാറിന് മുകളിൽ ഈടാക്കുന്നത്. അത്തരത്തിൽ തുടക്കത്തിൽ വന്ന ആളുകൾക്ക് താരതമ്യേന ന്യായമായ വിലക്ക് ടിക്കറ്റ് ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് എത്തിയവർ കടുത്ത ചൂഷണത്തിന് ഇരയാവുകയായിരുന്നു. നാട്ടിൽ നിന്ന് ടിക്കറ്റ് എടുക്കാതെ ദുബായിലെത്തിയ പ്രവാസികൾ അമിത നിരക്കിൽ പകച്ചുപോയി. പലർക്കും തിരിച്ചു പോവേണ്ടി വന്നു. കുവൈറ്റിലെ പുതിയ പ്രൊജക്റ്റുകൾ കിട്ടിയ ചില ചൈനീസ്, ഫിലിപ്പീനിയോ കമ്പനികൾ തങ്ങളുടെ ജോലിക്കാരെ കൂട്ടമായി ദുബായ് വഴി കൊണ്ടുവരുന്നതും സാധാരണ പ്രവാസികളുടെ വരവുമാണ് ടിക്കറ്റ് വില കൂടുന്നതായി പ്രധാന കാരണമായി പറയപ്പെടുന്നത്.